സ്വാമിജി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ സിമി വർഷങ്ങളായി നിരോധിക്കപ്പെട്ട, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1/4 നൂറ്റാണ്ടിനോട് അടുക്കുകയാണ് അതിന്റെ നിരോധനം. നമ്മുടെ പാർലമെന്റ് ആക്രമണത്തെ തുടർന്നാണ് അത് നിരോധിക്കപ്പെട്ടത്. പക്ഷേ ഈ നിരോധനം തുടരുമ്പോഴും ഈ സംഘടന പേര് മാറ്റി, രൂപം മാറ്റി, ശൈലി മാറ്റി ഒക്കെ കുറെ കൂടെ തീവ്രമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. ഏറ്റവും ഒടുവിൽ ആസാമിൽ നടന്ന സംഭവവും അതാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വേരുകൾ ഇനി കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് ഒരു വിഷവൃക്ഷം ഇന്ത്യ മുഴുവനുമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്ന സൂചനയല്ലേ ആസാമിൽ നിന്ന് ലഭിക്കുന്നത്? അങ്ങിപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, സിമിയുടെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. സിമി എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. ഒരു വ്യവസായശാല, മാരകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായശാല ഉൽപ്പാദിപ്പിച്ച ഒരു പ്രോഡക്റ്റ് മാത്രമാണ് സിമി. അസംഖ്യം ഉൽപ്പന്നങ്ങൾ വേറെയുണ്ട്. അസംഖ്യം ഉൽപ്പന്നങ്ങൾ വേറെയുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന മിഷനറി സിസ്റ്റം, സ്ഥാപനങ്ങൾ അതുപോലെ കിടക്കുകയാണ്. ആ സ്ഥാപനം പൂട്ടിക്കെട്ടുന്നതിന് പകരം നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിനെ മാത്രമാണ് നിരോധിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ സുഗമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും വിദേശത്തും അവർക്ക് വലിയ വലിയ സ്വാധീനശേഷിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ ലോബികളുണ്ട്, അവരുടെ ടീമുകളുണ്ട്. മാധ്യമരംഗത്തെ അവരെ കൈയടക്കിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും അവരുടെ പ്രവർത്തന പദ്ധതികൾ വെവ്വേറെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ട്രാറ്റജിസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഈ വിദഗ്ധന്മാരെല്ലാം ഈ ഫാക്ടറിയിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പറയാണ് ഇന്ന് സീരീസിൽ ഇറക്കിയ ഒരു സാധനത്തെ നിരോധിച്ചു, അതിൽ ഇറക്കണ്ടാന്ന്. ആ സാധനവും ഇന്നുണ്ട്. ആ സാധനവും ആ പേരിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേര് മാറ്റിയിട്ട് പല സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ സിമി സാങ്കേതികമായിട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടന്നു പോരുന്നുണ്ട്. കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമേ നിരോധനമുള്ളൂ. ഇവിടെയൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് യാതൊരു പ്രവർത്തന നിരോധനം ഇല്ലയെന്ന് മാത്രമല്ല, എല്ലാവരും ജമാഅത്ത് ഇസ്ലാമിയുടെ ലാവണങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകുന്ന ആൾക്കാരും അവരുടെ വിരുന്നുകൾക്ക് പോകുന്ന ആൾക്കാരും അവരുടെ നേതാക്കന്മാരെ ഇഫ്താറിന് വിളിക്കുന്ന ആൾക്കാരുമാണ് എല്ലാ രാഷ്ട്രീയക്കാരും. അതിൽ ദേശീയവാദികളായിക്കോട്ടെ, വിദേശവാദികളായിക്കോട്ടെ, രാഷ്ട്രവിരുദ്ധ ശക്തികളായിക്കോട്ടെ, രാഷ്ട്ര സ്നേഹികളാണെന്ന് നടിച്ചുകൊണ്ട് രാഷ്ട്രവിരുദ്ധം ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ മനസ്സാ അംഗീകരിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഒറ്റ വാക്കിൽ പറയട്ടെ സ്വാമി, ഇവരെല്ലാം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പറ്റുപടിക്കാരാണ്. പറ്റുപടിക്കാരാണ്. ചില ആളുകൾ പറ്റുപടിക്കാരായിട്ട് വാങ്ങുന്നത് പോലെ, വാർഷിക പടി വാങ്ങുന്നത്. ചില ആളുകൾ ഇപ്പോൾ സാമ്പത്തിക സഹായം നേടുന്നതും ഒരു വിഭാഗമാണ് എങ്കിൽ എല്ലാ ആൾക്കാരും സാമ്പത്തിക സഹായത്തിൽ മാത്രമല്ല, പല ആൾക്കാരുടെ മേലെയും ബ്ലാക്ക് മെയിലിംഗ് കണ്ടന്റുകൾ ഉണ്ട്. ഹണി ട്രാപ്പ് പോലെയുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. ഇവർക്ക് പ്രബലമായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലും വലിയ പിടിപാടുകളുണ്ട്. അവർ തന്നെ 1-2 മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഓരോ ദിവസത്തെയും ന്യൂസ് അജണ്ട സെറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഇവർക്കുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെയുള്ള തീവ്രവാദ കേസുകൾ, ഹമാസിൻ്റെ കേസുകൾ, പലസ്തീനിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന സിമിലർ ഒരച്ചിൽ വാർത്ത അതേ വരികൾ എല്ലാ പത്രത്തിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മുത്തശ്ശി പത്രം തൊട്ട് പുതിയ പത്രങ്ങൾ വരെയും ദേശീയവാദി പത്രത്തിൽ വരെയും ഇതേ കണ്ടന്റ് വരും. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ഒരേ ചിത്രങ്ങൾ വരും. ചിത്രങ്ങൾ സാധാരണ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് പത്രപ്രവർത്തകന്മാർ. അതങ്ങനെയല്ല. ആ ചിത്രത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രത്യേക ആംഗിളിൽ പ്രത്യേക ഉദ്ദേശത്തിൽ വിതരണം ചെയ്യപ്പെട്ട ഒരു സാധനമാണെന്ന്. അവർ കൊടുക്കുന്നൊരു ഫോട്ടോ എടുത്ത് ഇടുകയല്ല ചെയ്യുന്നത്. ഇത് വളരെ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഇത്തരത്തിൽ മാധ്യമരംഗത്ത് ഇത്രയും സ്വാധീനശേഷി ഇവർക്കുണ്ടായിരിക്കെ പല ആളുകൾക്കും പേടിച്ചേ പറ്റുള്ളൂ. പേടിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കണം. പിന്നെ ഇവർ അവകാശപ്പെടുന്ന മട്ടിൽ ഇവർ വലിയൊരു വോട്ട് ബാങ്കാണ്. എല്ലാ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളെക്കാളും സ്വാധീനശേഷി വോട്ട് ബാങ്ക് ക്രോഡീകരണത്തിൽ ഇവർക്കുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവം? വാസ്തവമൊക്കെ ഉണ്ട്. അവരൊരിക്കലും പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് വെൽഫെയർ പാർട്ടിയെ
അധികാരത്തിലെത്തിക്കാൻ വേണ്ടി അവർ നോക്കുന്നില്ല. വെൽഫെയർ പാർട്ടി അവർക്ക് ഒരു വിലപേശാനുള്ള ചെറിയൊരു സാധനം മാത്രമാണ്, ഒരു ഉപകരണം മാത്രം. എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് നിരോധനം നേരിടുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കണം. അതിനുവേണ്ടി അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം, SDPIയുടെ കാര്യം പറഞ്ഞ പോലെ വെൽഫെയർ പാർട്ടി എന്നുള്ളത് അത് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സംഘടനയല്ല വെൽഫെയർ പാർട്ടി. ഇതിൽ ഏതാണ് മാരകം? പോപ്പുലർ ഫ്രണ്ട് ആണോ ജമാഅത്ത് ഇസ്ലാമി? പട്ടിക്കാട്ടത്തെ മുറിച്ചിട്ട് അതിൽ ഏത് കഷ്ണമാണ് നല്ലതെന്ന് ചോദിക്കുന്ന മട്ടിലാണ് അങ്ങിപ്പോ ചോദിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയാണോ ബെറ്റർ, PFI? അല്ലല്ല, മാരകം. രണ്ടും മാരകമാണ്. ഒന്ന് കടകട, മറ്റൊന്ന് പദപദ. അത്രേ ഉള്ളൂ. ഒന്ന് കടകട, മറ്റേത് പദപദ. രണ്ടും മാരകമാണ്. നാച്ചുറൽ മാത്രമേ, ആക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവർ പക്ഷേ കുറെ കൂടെ ആസൂത്രിത സ്വഭാവമുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്കാണ്. ദീർഘകാല പദ്ധതികളുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്കാണ്. പ്രായോഗിക പദ്ധതികളുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്കാണ്. പിഴക്കാത്ത ഉന്നമുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്കാണ്. ഇടയ്ക്ക് ഒരു കാര്യം, കുറെ കൂടെ പെർഫെക്ഷൻ ജമാഅത്ത് ഇസ്ലാമിക്കാണല്ലോ, പോപ്പുലർ ഫ്രണ്ടിനല്ല. അല്ല, പണ്ടൊക്കെ ചില മുസ്ലിം ലീഗ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ച് രംഗത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു വിമർശനം മുസ്ലിം ലീഗിലില്ല, കോൺഗ്രസിനില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ല. പേരിന് CPM ചില വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ടെന്നല്ലാതെ ആശയപരമായ ഒരു സംവാദമോ ഒരു എതിർപ്പോ CPMന്റെ ഭാഗത്ത് ഇല്ല. ഇപ്പോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു നിരീക്ഷണം എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് പുതിയ ലീഗ് നേതൃത്വത്തെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ജമാഅത്ത് ഇസ്ലാമി ഡ്രൈവ് ചെയ്യുന്ന മുസ്ലിം ലീഗ് നേതൃത്വമാണ് പുതിയ നേതൃത്വം എന്നുള്ളതാണ് അവരെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ നിരീക്ഷണം. അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചിരിക്കുന്ന ചെറിയൊരു വിഭാഗം മുസ്ലിം ലീഗിലുണ്ട്. എങ്കിൽ പോലും മുസ്ലിം ലീഗിൽ ഇന്ന് അപ്രമാദിത്വത്തോടു കൂടിയിട്ട് നിൽക്കുന്ന വിഭാഗം ഇവരാണ്. അപ്പോൾ ഇവരാണ് ഈ ജമാഅത്ത് ഇസ്ലാം നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ സിമിയെ നിരോധിച്ചിട്ടുണ്ട് കാര്യം. നിങ്ങൾ എവിടെ വേണം നോക്കിക്കോളൂ, തെല്ലതിന് സ്പർശമില്ലാതെ ഇല്ല അലങ്കാരം ഒന്നും എന്ന് പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കരസ്പർശമില്ലാത്ത ഒരു ഇഷ്യൂവും ഭാരതത്തിലില്ല. നിങ്ങൾ നക്സൽ സമരം നോക്കുന്നു, നക്സൽ സമരത്തിലും ജമാഅത്ത് ഇസ്ലാമിയുടെ കൈയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എറണാകുളത്തെ കഴിഞ്ഞ 13-ാം തീയതി ഒരു സമരം നടന്നു. സിദ്ദിഖ് കാപ്പനൊക്കെ പങ്കെടുത്ത റജാസിന്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട ഇന്നിപ്പോൾ ഒരു സാധനം നടക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുത്തത്, വാടകയ്ക്ക് എടുക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു അർബൻ നക്സലിൻ്റെ പേരിലാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആസൂത്രണവും പിൻബിലുള്ളതും ഒക്കെ ആരാണ്? ജമാഅത്ത് ഇസ്ലാമി വിങ്ങുകളാണ്. അവർ വ്യത്യസ്ത പേരുകളിൽ സോളിഡാരിറ്റി, ആ പേര്, ഈ പേര്, ഇപ്പോൾ റിജ സോളിഡാരിറ്റി, അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്ന വേറെ ഇപ്പോൾ ചിന്ത, ഇപ്പോൾ വേറെ പുതിയ പുതിയ പേരുകളുണ്ടാവും. ഇപ്പോൾ ഹിന്ദു പേരുകൾ തന്നെയുള്ള പല സംഘടനയ്ക്കും പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പിൽ അവർ കാര്യങ്ങൾ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം അസമിൽ പിടിയിലായ ആൾക്കാരുണ്ടല്ലോ, ഇവിടുന്ന് അത് പ്രധാനപ്പെട്ട ചുമതലക്കാരാണ്. സോളിഡാരിറ്റി സംഘടനയുടെ പ്രസിഡന്റും 2 സെക്രട്ടറിമാരുമാണ് പിടിയിലായിരിക്കുന്നത്. സിദ്ദിഖ് കാപ്പൻ എങ്ങനെയാണ് പോയത്? സിദ്ദിഖ് കാപ്പൻ ഒരേ സമയത്ത് PFIയും അതേ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയും ഇപ്പോഴ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സഹായത്തിൽ വെളിയിലിറങ്ങുകയും ചെയ്ത ആളാണ്. ഹാരിസ് ബീരാൻ ആരാണ്? മുസ്ലിം ലീഗിൻ്റെ MP ആയിട്ട് ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്ന ഹാരിസ് ബീരാൻ ആരാണ്? അപ്പോൾ ഹാരിസ് ബീരാനാണ് ഇദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം KM ഷാജിയുടെ ഒരു സ്പീച്ച് കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മുസ്ലിം ലീഗിൻ്റെ നയമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് KM ഷാജിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് നേതാവ്. അപ്പോൾ ഇതിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ഇത്രയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി ഒരു ആഗോള ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയിട്ട് ഉള്ള കുറേ കൂടെ പ്രായോഗിക പാഠങ്ങളാണ് ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗ് ആയിക്കോ, PFI ആയിക്കോ, പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം ആരാണ് എങ്കിലും ഒരു മുസ്ലിമിന് ഒരു പ്രയാസം വരുമ്പോൾ, പ്രവർത്തനത്തിന് തടസ്സം വരുമ്പോൾ സഹായം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ആത്യന്തികമായിട്ട് ഭാരതം മുസ്ലിം രാജ്യമാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ആർക്കാ വിയോജിപ്പുള്ളൂ? ഏത് മുസ്ലിം സംഘടനയ്ക്കാണ് ഇതിൽ വിയോജിപ്പുള്ളൂ? മുസ്ലിം ലീഗിന് വിരോധം ഉണ്ടാകും തോന്നുന്നുണ്ടോ? ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകുന്നതിൽ മുസ്ലിം ലീഗിന് വിരോധം ഉണ്ടാവും? വിരോധം ഉണ്ടാവില്ല. PFIക്ക് വിരോധമേ ഇല്ല. PFI 2047 പ്രോജക്റ്റ് തയ്യാറാക്കി. അതെ. അപ്പോൾ ഒരു CMD ഇതിൽ പ്രവർത്തിക്കുന്നത്, ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ളത്. ഇപ്പോൾ ഹത്രാസിൽ സിദ്ദിഖ് കാപ്പൻ പോയത് എപ്രകാരമാണോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആര് പോയിരിക്കുന്നത്? ആസാമില് ഈ സോളിഡാരിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിമാരും പോയിരിക്കുന്നത്. ഇതേ മട്ടിൽ ഇത് ആൻഡമാനിലെ ചർച്ചകളും യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആൻഡമാനിലെ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകളെ ആ പ്രോജക്റ്റ് തകർക്കുക എന്നുള്ളത് ചൈനയുടെ കൂടെ ആവശ്യമാണ്.
ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ദുബായ് കേന്ദ്രീകരിച്ച് ദോഹ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് അവിടെ സമരസജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓഫീസുകളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേക സംവിധാനങ്ങൾക്ക് സ്വാധീനമുള്ള ചില രീതികളാണ് അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം അത്രമാത്രം ഫലപ്രദമാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അടുത്ത സംഘർഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം ആൻഡമാനാണ്. ലക്ഷദ്വീപ് പിടിച്ച് കിട്ടാത്തത് കൊണ്ടാണ്. ലക്ഷദ്വീപിൽ നോക്കിയതിനായിരുന്നു, പിടിച്ചു നോക്കി, ഗംഭീരമായിട്ട് പിടിച്ചു നോക്കി, പക്ഷെ കിട്ടാത്തതുകൊണ്ടാണ് അടുത്തത് ആൻഡമാനിൽ തുടങ്ങാൻ വേണ്ടി പോവാ. അപ്പൊ അതുപോലെ നാടിന്റെ ഇപ്പൊ വിഴിഞ്ഞത്ത് വന്നില്ലേ, വിഴിഞ്ഞത്ത് എന്താ ഇവരെ കാണിച്ചത്? പോലീസിനെ വരെ ബന്ദിയാക്കി, ഒരു സ്റ്റേഷൻ ബന്ദിയാക്കി. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടോ അത് ഒന്നുകിൽ കത്തിച്ച് വിഘടനവാദം ഉണ്ടാക്കുക, ഇതാണ്. അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ട് പൊതുസമൂഹത്തെ ഇളക്കി വിടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. രാജ്യത്തിനകത്ത് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ക്രമികമായിട്ട് ശിഥിലീകരിക്കുക എന്ന് പറയില്ലേ, എവിടെയെങ്കിലും ISI പാക് ചാരസംഘടനയായ ISI പണ്ട് പറഞ്ഞത് ആയിരക്കണക്കിന് മുറിവുകൾ ഞങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കും, അതിൽ നിന്നെല്ലാം ചോര പൊടിയും. PFI എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്പോട്ടിൽ കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ചിട്ട് നാശം വിതറാം എന്ന് വിചാരിക്കുന്നവരാണ് എങ്കിൽ ഇവർ ഒരുപാട് ആയിരക്കണക്കിന് അതിതീവ്രശേഷിയുള്ള ചെതലുകളെ വെച്ചിട്ട് ഇതിനെ ഇല്ലാതാക്കി തിന്നു തീർക്കുക, അവിടെ ദ്രവിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പോളിസി. അപ്പോൾ ഈ ദ്രവിപ്പിക്കുന്നത് കാണുന്നില്ല, പുറം പൂച്ച അതുപോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ അകത്ത് നടക്കുന്ന ദ്രവീകരണ പ്രക്രിയ മനസ്സിലാക്കാതെ പോകുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ നിയന്ത്രിക്കാനല്ല, ഇല്ലാതാക്കാതെ ഭാരതത്തില് ശിഥിലീകരണ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. ജമാഅത്ത് ഇസ്ലാം ഏത് ശിഥിലീകരണ ശക്തികളായിക്കോട്ടെ അതിൻ്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ്, ഒരു സംശയമില്ല. നൂറുകണക്കിന് തെളിവുകളുണ്ട്. ആ കാര്യങ്ങൾ വേണമെങ്കിൽ മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.